പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച ലേഡീസ് അവറിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സ്വന്തം പ്രയത്നത്താൽ വിവിധ മേഖലകളിൽ ജീവിത വിജയം നേടിയ സ്ത്രീ വ്യക്തിത്വങ്ങളെ പരിചയപ്പെടുത്തുന്നു സ്മാർട്ട് ലേഡി. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. എൻ്റെ പേര് സുധാ ബാലചന്ദ്രൻ. ഞാനിവിടെ എറണാകുളം രേവൂരം ഭാഗത്ത് റേ ഫാഷൻസ് എന്ന് പറഞ്ഞൊരു ബൊത്തിക്ക് നടത്തി വരികയാണ്. എനിക്ക് അതിൻ്റെ കൂടെ തന്നെ പാർലറും ഹെൽത്ത് ക്ലബ്ബും ഡ്രൈ ക്ലീനിങ് സെക്ഷനും എല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുപോകുന്നു. ഞാനിത് തുടങ്ങിയത് 1983 ഇപ്പോൾ 22 വർഷമായി തുടങ്ങിയിട്ട്. സ്റ്റിച്ചിങ് സെക്ഷൻ വളരെ നല്ല രീതിയിൽ തന്നെ നടന്നു പോകുന്നു. അതുപോലെ തന്നെ പാർലറും ഹെൽത്ത് ക്ലബ്ബിലും നിറയെ പെൺകുട്ടികൾക്ക് മാത്രമുള്ളതാണ് ഹെൽത്ത് ക്ലബ്ബ്. അതുകൊണ്ട് അത് നല്ല രീതിയിൽ വിജയിച്ചു വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും ജെൻസും ലേഡീസും കൂടി ഉള്ളതായതുകൊണ്ട് ഞങ്ങൾ ലേഡീസ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് കുറേ കുട്ടികൾ വന്ന് അത് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ബ്യൂട്ടി പാർലറിലും സ്റ്റാഫൊക്കെ ഉണ്ട്. സ്റ്റിച്ചിങ് യൂണിറ്റിൽ ഞങ്ങൾ 5-6 പേര് വർക്ക് ചെയ്യുന്നു ഇവിടെ. പിന്നെ കുറേ എംബ്രോയ്ഡറി എല്ലാം പുറത്ത് കോൺട്രാക്റ്റ് കൊടുത്ത് ചെയ്യിക്കുന്നതാണ്. എനിക്ക് ഞങ്ങളുടെ ഇവിടെ വരുന്ന ഓരോ കസ്റ്റമേഴ്സും ഞങ്ങളുടെ ഈ കുടുംബത്തിലെ ഒരു അംഗമായിട്ടാണ് ഞങ്ങൾ അവരെ സ്വീകരിക്കുന്നതും. അതുകൊണ്ട് തന്നെ വന്നവരൊന്നും ഇതുവരെ ഞങ്ങളെ വിട്ടു പോയിട്ടില്ല. തുടങ്ങിയ അന്ന് മുതലുള്ള കസ്റ്റമേഴ്സ് ഇപ്പോഴും ഞങ്ങളുടെ കൂടെ നിലനിന്ന് പോകുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ അവരെ ശരിക്ക് ഞാൻ നമിക്കുന്നു. കാരണം അവരുടെയും കൂടി ഹെൽപ്പ് കൊണ്ടാണ് ഞാൻ ഇത്രയും കൊല്ലം ഈ സ്റ്റേജിൽ ഇവിടം വരെ എത്താൻ എന്നെ സഹായിച്ചത്. അവരും കൂടിയാണ്. പിന്നെ എൻ്റെ ഫാമിലി എല്ലാവരും എനിക്ക് വളരെ സപ്പോർട്ടീവാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പ്രൊഫഷണലി ഒരു ഫിനാൻസ് മാനേജറായിട്ട് ബാംഗ്ലൂരിൽ വർക്ക് ചെയ്യുമായിരുന്നു. 18 കൊല്ലം വർക്ക് ചെയ്തതിന് ശേഷം ഹസ്ബൻഡിന് എറണാകുളത്തേക്ക് ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ ഹി ടോൾഡ് മീ ടു സ്റ്റാർട്ട് സംതിങ് ഓഫ് യുവർ ഓൺ. ദെൻ യു ക്യാൻ ഗിവ് കുറച്ച് കുട്ടികൾക്ക് ജോലിയെല്ലാം കൊടുക്കാമല്ലോ, യു ഹാവ് ദ കപ്പാസിറ്റി ടു റൺ എ ഷോ എന്നുള്ള ഹസ്ബൻഡിൻ്റെ ഒരു നിർബന്ധം കൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു മേഖല. എനിക്ക് കുറച്ച് സ്റ്റിച്ചിങ് അറിയാമായിരുന്നു. പണ്ടേ ഞാൻ ബ്യൂട്ടി ഇതിലൊക്കെ കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആദ്യം തുടങ്ങിയത് റെഡിമെയ്ഡ് സെക്ഷനാണ്.
റെഡിമെയ്ഡ് ഞാൻ പാലക്കാട്, കൊല്ലം, ഹോൾ കേരള കൊടുത്തിരുന്നു ആദ്യം. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് സ്റ്റിച്ചിങ് കൂടി ചെയ്തു തരൂ സുധാണ്ടി എന്ന് പറഞ്ഞ് അങ്ങനെ സ്റ്റിച്ചിങ് മേഖലയിലേക്ക് വന്നു. സ്റ്റിച്ചിങ്ങും നല്ല രീതിയിൽ നടക്കുന്നു. അപ്പോഴാണ് എൻ്റെ കസ്റ്റമേഴ്സിൻ്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഈ ഓരോ മേഖലകളും തിരഞ്ഞെടുക്കാൻ, അവരാണ് എനിക്ക് പ്രചോദനം തന്നത്. സുധാണ്ടി, ഞങ്ങളിനിയിപ്പോൾ സ്റ്റിച്ചിങ്ങിന് വരുമ്പോൾ ഇനി ഒരു ബ്യൂട്ടി പാർലർ അന്വേഷിച്ച് പോകണ്ടല്ലോ, ഒരു ബ്യൂട്ടി പാർലർ തുടങ്ങൂ എന്നുള്ള അവരുടെ ഒരു സജഷനാണ് ഞാൻ 95 ആണ് പാർലർ തുടങ്ങിയത്. പാർലറിൽ അന്ന് 3-4 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അവർ ഓരോരുത്തർ ഇപ്പോൾ ചിലത് അവരവരെയൊക്കെ തുടങ്ങി, ഇപ്പോൾ വേറെ വേറെ സ്റ്റാഫ് വരുന്നു. ഇപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്ന കുട്ടി എൻ്റെ കൂടെ 9 കൊല്ലമായിട്ടുണ്ട്. എല്ലാവരും വളരെ കാലങ്ങളായിട്ട് എൻ്റെ കൂടെയുള്ള സ്റ്റാഫാണ് എൻ്റെ കൂടെ നിൽക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴാണ് ഒരു സമുദായം ആൾക്കാർ വന്നിട്ട് ഞങ്ങൾക്ക് എക്സസൈസിന്, ലേഡീസിന് മാത്രമായിട്ടുള്ളൊരു എക്സസൈസ് യൂണിറ്റ് എറണാകുളം ഈ രയൂരം ഭാഗത്തില്ല എന്ന് പറഞ്ഞതിൻ്റെ ഒരടിസ്ഥാനത്തിൽ ഒരു ചെറിയ ഹെൽത്ത് ക്ലബ്ബ് തുടങ്ങി. അതും അവർ തന്നെയാണ്, അവരുടെ നിർബന്ധം കൊണ്ടാണ് എനിക്കതും സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചത്. അങ്ങനെ ഡ്രൈ ക്ലീനിങ് യൂണിറ്റ് നമ്മളൊരു സിക്ക് യൂണിറ്റ് എടുത്ത് അതിൽ ചെയ്തു വരികയാണ്. അങ്ങനെ ഇതെല്ലാം ഒന്നിച്ച് എങ്ങനെ കൊണ്ടുപോകുന്നു എന്ന് ചോദിച്ചാൽ അത് ഈശ്വരന് മാത്രമേ അറിയുള്ളൂ. എല്ലാവരുടെയും, എൻ്റെ സ്റ്റാഫിൻ്റെ എല്ലാവരുടെയും കൂടിയും ഹെൽപ്പ് കൊണ്ട് ഞാനിതൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. തുടക്കത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട്സുമായിട്ട് വളരെയധികം അറിയാവുന്നതുകൊണ്ട് എനിക്ക് ഫിനാൻസ് ഞാൻ വളരെ കൺട്രോൾഡ് ആയിട്ടാണ് പോയിരുന്നത്. വളരെ സ്റ്റോക്കുകൾ എടുത്തിട്ട് ഡെഡ് സ്റ്റോക്ക് ആക്കിയിടുക, അങ്ങനെ ഒരു പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊരു ബാങ്ക് ലോണോ അങ്ങനെ എന്തെങ്കിലും എടുക്കേണ്ടി വന്നിട്ടില്ല. ഞാൻ എൻ്റെ ഇവിടുന്ന് കിട്ടുന്ന ഇതുകൊണ്ട് തന്നെ ബിസിനസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത് ഇത്രയും നാൾ. ഇതിൻ്റെ ഇടയിലൊരു ലോണൊക്കെ എടുത്തു, അതൊക്കെ ഞാൻ ക്ലോസ് ചെയ്തു. അതിന് ശേഷം ഇപ്പോൾ നമ്മളുടെ തന്നെ പൈസ ഇതിലേക്ക് ഇട്ടിട്ട് ബിസിനസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. 3 മാനേജ് ചെയ്യാൻ ഇപ്പോൾ എൻ്റെ കൂടെ എൻ്റെ സ്റ്റാഫൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വളരെ, പിന്നെ എനിക്ക് വെറുതെ ഇരിക്കുന്നത് ഇഷ്ടമല്ല. ഐ വുഡ് ലൈക്ക് ടു ബി എ ഓൺട്രപ്രണർ. ഒരു വർക്കഹോളിക് നേച്ചറാണ് ഞങ്ങളുടെ അച്ഛൻ മുതൽ. പെൺകുട്ടികൾ ആരും വെറുതെ വീട്ടിലിരിക്കരുത് എന്നുള്ളൊരു ഉദ്ദേശമുള്ളൊരു അച്ഛനായതുകൊണ്ട്, പിന്നെ എൻ്റെ ഹസ്ബൻഡ് വളരെ കോപ്പറേറ്റീവാണ്, എൻ്റെ ഫാമിലിയും. അതുകൊണ്ട് ഞാൻ ഇതൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകാൻ എനിക്ക് സാധിക്കുന്നുണ്ട്.
ഇവിടെ എനിക്കിപ്പോൾ 6 പേര് സ്ഥിരമായിട്ടുണ്ട്. പിന്നെ എംബ്രോയ്ഡറി ഒക്കെ ഞാൻ ഹിന്ദി ആൾക്കാർക്ക് ഇത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. കുറച്ച് പേര് പിന്നെ എൻ്റെ പഴയ സ്റ്റാഫുകൾ കുറച്ച് പേര് വന്ന് കൊണ്ടുപോയി സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അവർക്ക് വീട്ടിലെ കുട്ടികളുടെ കുട്ടികളൊക്കെ ആയപ്പോൾ വരാൻ സാധിക്കാത്തത് കൊണ്ട് അവർ വന്ന് കൊണ്ടുപോയി എന്നെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ കുറേ തിരക്ക് വരുന്ന സമയത്ത് അങ്ങനെ കുറച്ച് സ്റ്റാഫുണ്ട് എനിക്ക്. തയ്യൽ തൊഴിലാളികളെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. ആരോട് ചോദിച്ചാലും ഇല്ല എന്ന് പറയും. പക്ഷേ എനിക്ക് എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് ഞാൻ പോകുന്നുണ്ട്. കാരണം പഴയ കുട്ടികളൊക്കെ വന്ന് സഹായിക്കുന്നത് കൊണ്ടും ഈ മേഖലയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് തരാമെന്ന് പറഞ്ഞാൽ 1 മാസം കഴിഞ്ഞിട്ടും കൊടുക്കാൻ പറ്റാത്തൊരു അവസ്ഥകൾ പല യൂണിറ്റിലും ഉണ്ട്. പക്ഷേ എനിക്ക് ഇന്ന് വരെ ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് നമ്മൾ എല്ലാവരുടെയും ആഗ്രഹങ്ങളും സമയത്തിനനുസരിച്ച് കൊടുക്കാനുള്ളൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കസ്റ്റമേഴ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഞങ്ങളുടെ ഒരു ഫാമിലി മെമ്പറാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ വരുന്നവരൊക്കെ ഇപ്പോൾ തയ്ക്കാനില്ല എന്നുണ്ടെങ്കിൽ പോലും അവർ ഈ വഴിക്ക് പോവുകയാണെങ്കിൽ ഒന്ന് നിങ്ങളെയൊക്കെ കണ്ടിട്ട് എന്നെ മാത്രം കണ്ടാൽ പോരാ, ഇവിടെ വന്ന് ആദ്യം വിളിക്കുന്നത് എൻ്റെ കുട്ടികളുടെ പേരാണ്. എന്നെയല്ല വിളിക്കുന്നത്, എൻ്റെ കുട്ടികളുടെ. നിങ്ങളൊക്കെ ഉണ്ടോ, എല്ലാവരെയും ഒന്ന് കണ്ടുപോകാൻ വേണ്ടിയിട്ട് വരുന്ന കസ്റ്റമേഴ്സുണ്ട് എന്ന് ശരിക്കും എനിക്ക് വളരെ അഭിമാനത്തോടു കൂടെ പറയാം. അവരൊക്കെ വളരെ ഹാപ്പിയാണ്. പിന്നെ ഏത് മേഖലയിലും നമ്മൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒരു ചെറിയ പാകപ്പിഴകൾ ഉണ്ടാവും. ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോകുന്ന ഏതൊരു പീസിനും എന്ത് അറ്റകുറ്റപ്പണികളും വേണമെങ്കിൽ തിരിച്ചു വരണം, ഞങ്ങളത് ചെയ്തു തരും എന്നുള്ളൊരു ഒരു വാക്ക് നമ്മൾ അവർക്ക് കൊടുക്കാറുണ്ട്. ആ ഒരു വിശ്വാസം അവർക്കും ഉണ്ട്. അതുകൊണ്ട് വന്ന കസ്റ്റമേഴ്സ് ആരും ഇതുവരെ എനിക്ക് കൊഴിഞ്ഞു പോയിട്ടില്ല. അവർ മുഖാന്തരം ധാരാളം, ശരിക്കും പറഞ്ഞാൽ ഞാൻ പേപ്പർ അഡ്വർടൈസ്മെൻറ്റ് അങ്ങനെ വലിയ അഡ്വർടൈസ്മെൻറ്റുകളൊന്നും ചെയ്തിട്ടില്ല. എനിക്ക് മൗത്ത് ടു മൗത്ത് അഡ്വർടൈസ്മെൻറ്റാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും എന്നും ഉണ്ടാവും ഒരു പുതിയ കസ്റ്റമർ എനിക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞു അറിഞ്ഞു വന്നു. വളരെ സന്തോഷമാണ് അത് കേൾക്കുമ്പോൾ. ഫാമിലി വളരെ സപ്പോർട്ടീവാണ്. എനിക്ക് ഹസ്ബൻഡാണെങ്കിലും ഹസ്ബൻഡിൻ്റെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും എല്ലാവരും വളരെ സപ്പോർട്ടീവാണ്. ഫ്യൂച്ചർ പ്ലാൻസ് ഇനിയിപ്പോൾ 3-4 യൂണിറ്റുകളായി. ഇനി ഇതിലും കൂടുതൽ ഇനിയിപ്പോൾ ഒരു ക്രഷ് തുടങ്ങും സുധാണ്ടി എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാർ ഇപ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. പക്ഷെ അത് വളരെ റിസ്കി അല്ല, നമ്മൾ വളരെ കീനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ്. അതുകൊണ്ട് അതിലേക്ക് വളരെയധികം ഞാൻ ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഉള്ളത് നല്ല രീതിയിൽ കൊണ്ടു നടത്തുക എന്നുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. അവർക്ക് കൊടുക്കേണ്ട ഉപദേശം എന്താണെന്ന് വെച്ചാൽ യു ഷുഡ് ബി കീനായിരിക്കണം. ഒരു കസ്റ്റമറെ നമ്മളുടെ അടുത്തേക്ക് വന്നാൽ അവരുടെ മനസ്സ് പഠിക്കാനുള്ള ഒരു കഴിവ് നമ്മൾക്കുണ്ടാവണം. എന്ന് വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ കട്ടിങ്ങിൻ്റെ കാര്യം പറയുകയാണ്. ചിലർക്ക് സ്ക്വയർ നെക്കുകൾ ഇഷ്ടാവില്ല, ചിലർക്ക് യു നെക്കുകൾ. അപ്പം അവരിൽ നിന്ന് തന്നെ നമ്മളതിനെ മനസ്സിലാക്കണം. ഏത് തരത്തിലുള്ള ഫാഷനാണ് അവർക്ക് ഇഷ്ടമുള്ളത്, എങ്ങനെ തയ്ച്ചാലായിരിക്കും അവർക്ക് ഇഷ്ടമുണ്ടാവുക, അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. എന്നിട്ട് സമയത്തിന് കൊടുക്കുക എന്നുള്ളതാണ് ഞാൻ അടുത്ത തലമുറയ്ക്ക് കൊടുക്കേണ്ട. ഈ രംഗത്തേക്ക് ധാരാളം ആൾക്കാർ വരണം എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മേഖല വളരെ നല്ല മേഖലയാണ്. പണ്ടുണ്ടായിരുന്ന പ്രോഫിറ്റൊന്നും ഇപ്പം ഇല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സാലറിയും വേജസും ഒക്കെ വളരെയധികം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു നിലയ്ക്ക് പ്രോഫിറ്റ് അത്രയ്ക്കില്ല, എങ്കിലും നമ്മൾക്ക് വളരെ സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു ആൾക്ക് ഒരു ഡ്രസ്സ് നമ്മൾ തയ്ച്ചു കൊടുത്തിട്ട് അവരുടെ ആ ഫിറ്റിങ്, അവരുടെ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതാണ് നമ്മളുടെ സാറ്റിസ്ഫാക്ഷൻ.
അതാണ് ഏറ്റവും വലിയ ഗ്രേറ്റ് തിങ്. ഈ ഫാഷൻ ഡിസൈനിങ്ങിലും ബ്യൂട്ടി പാർലറിലും ഒക്കെ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു കുട്ടിയെ ഒരുക്കി വിടുമ്പോൾ കുറച്ച് പേര് ഓ എന്തൊരു ഭംഗി, നന്നായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾക്ക് അതിനെ ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു ചാൻസ് നമുക്ക് വരുന്നുണ്ട്. ഇവിടെ ഈ സ്ഥാപനം 9 മണി തൊട്ട് രാത്രി 7:30 മണി വരെ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ വരുന്നവർക്ക് വളരെ സൗകര്യമുള്ളൊരു ടൈമിംഗാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുമാതിരി തന്നെ എല്ലാവരും വിളിച്ച് ചോദിച്ചിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടാണ് നമ്മളുടെ അടുത്ത് വരുന്നത്. അതുകൊണ്ട് ഒരു തിക്കും തിരക്കും അവർക്കും അനുഭവിക്കില്ല, ഞങ്ങൾക്കും അനുഭവിക്കില്ല. അതൊരു നല്ല കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എല്ലാവരും ഒന്ന് വിളിക്കും. ഇപ്പം ഞാനില്ലെങ്കിൽ ഓഫീസിലേക്ക് വിളിച്ച് സമയം ഒന്ന് എടുത്തിട്ടാണ് എല്ലാവരും വരുന്നത്. അതൊരു നല്ല കാര്യമാണ്, അവർക്കും അതെ ഞങ്ങൾക്കും അതെ. പിന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറഞ്ഞില്ല, ഹീസ് എ ട്രെയിനറാണ്, ഇംഗ്ലീഷ് ട്രെയിനറാണ്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ട് എനിക്ക് വളരെ വിലപ്പെട്ടതാണ്. അതുപോലെ തന്നെ എൻ്റെ സ്റ്റാഫിൻ്റെ ഞാൻ പറഞ്ഞല്ലോ. പിന്നെ എൻ്റെ കലാപരമായ എന്ന് പറയാൻ ഞാൻ ഡാൻസ് അങ്ങനെയൊക്കെ കളിച്ചിട്ടുണ്ട്. ഇപ്പോൾ തിരുവാതിരയിൽ ഞാൻ പിടിച്ചു നിൽക്കുന്നു. എൻ്റെ ടീച്ചർ മാലതി ജി മേനോനാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാലതി ടീച്ചറെ പറ്റി. ടീച്ചറാണ്, ടീച്ചറുടെ കീഴിലാണ് ഇപ്പോൾ തിരുവാതിര പഠിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സംരംഭം എനിക്ക് എൻ്റെ യൂണിറ്റിനെ പൊതുജനങ്ങളിലേക്ക് അറിയിക്കാൻ കൗമുദി ചാനൽ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്.